നമസ്കാരം. എന്നെ പലപ്പോഴും വിമർശിച്ച് കമന്റ് ഇടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവരുടെ പ്രൊഫൈൽ നോക്കിയാൽ അവർ ശരിക്കും ഹിന്ദു വിശ്വാസികളാണ്, ഹിന്ദു ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ആചാരങ്ങൾക്കെതിരെ ഒരു വാക്ക് പറയാനാണ് അവരെ വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സഞ്ചറിൽ ഒരു സ്ത്രീ ഒരു മെസ്സേജ് അയച്ചു. ഒരു വീഡിയോ ലിങ്കാണ് അയച്ചു തന്നത്. എന്നിട്ട് സാർ എന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ ലിങ്ക് കയറി നോക്കുമ്പോൾ അതിലൊരു ആസ്ട്രോളജർ, അദ്ദേഹത്തിന് മുഖമില്ല, അദ്ദേഹം പകരം ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ചുമ്മാ വെറുതെ എന്തൊക്കെയോ കാണിച്ചേക്കാം. അതിൽ പറയുകയാണ് പരപുരുഷ ബന്ധമുള്ള സ്ത്രീകളുടെ നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ്, വ്യഭിചാരിണികളായ സ്ത്രീകളുടെ നക്ഷത്രങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നക്ഷത്രങ്ങൾ പറഞ്ഞേക്കാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു സംശയരോഗിയാണ് ഓൾറെഡി. നിങ്ങൾ നോക്കും, ഇങ്ങനെ ഒരു ജ്യോതിഷത്തിന്റെ പേരിൽ ഒരാൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീട്ടിൽ എന്തുമാത്രം പ്രശ്നം ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ആ ജ്യോതിഷനെ വിളിച്ചു, ആരാണെന്ന് ഞാൻ പേര് പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. പക്ഷെ അവിടെ ഞാൻ പറയുന്നത് വെറുതെ ആണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം, കേട്ടോളൂ. ഹലോ, നമസ്കാരം. ത്രിവേണി, ഞാൻ ഒരാള് അങ്ങയുടെ വീഡിയോ ഓർമ്മ അയച്ചു തന്നു. അപ്പൊ അതില് വഴിവിട്ട ബന്ധത്തിന് പോകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ ഈ കുടുംബ ജീവിതത്തില് ചിലപ്പോ ചിലരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയരോഗമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം ഈ ചില സംശയരോഗികളുടെ മുമ്പിലേക്ക് നമ്മൾ ജ്യോതിഷം എന്ന പേരിൽ ഇങ്ങനെ നക്ഷത്രം പറയുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിൽ വലിയ ബഹളം ഉണ്ടാവുകയും ഇതുപോലെ കുടിയന്മാരോ അല്ലെങ്കിൽ എതിരെ ഉപയോഗിക്കുന്നവരോ ആണെങ്കിൽ ചിലപ്പോൾ അവരെ കൊല്ലാൻ പോലും മടികാട്ടാത്ത ഒരു സാഹചര്യത്തിലും കാലത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം. അപ്പം നമ്മൾ ജ്യോതിഷം എന്നുള്ള നിലയിൽ പറയുമ്പോൾ നമ്മൾ ആർക്കും ഒരു ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് പറയാതിരിക്കുന്നതിനെ കുറച്ചുകൂടെ നല്ലത്. നോക്കൂ, ഇങ്ങനെ പറയും, ഇതെന്തിനാണ് ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ മറ്റൊന്ന് കാണാം, പല സ്ത്രീ ബന്ധമുള്ള പുരുഷ നക്ഷത്രങ്ങളുടെ ഏതെങ്കിലും സംശയരോഗിയായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ, ഒരു ഭാര്യയാണെങ്കിൽ അവരുടെ ജീവിതം അതോടെ വഴിമുട്ടിപ്പോവില്ലേ? ജ്യോതിഷം എന്ന പേരില്, ഹൈന്ദവ ആചാരങ്ങൾ എന്ന പേരില് ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുകയും കുടുംബ ജീവിതത്തെ ഛിദ്രമാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പണം അടിച്ചു മാറ്റി സമ്പന്നരാകുകയും ശ്രമിക്കുന്നതിനെതിരെ ഇനിയും ഞാൻ പറയും, എന്നും ഞാൻ പറയും. നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും എവിടെ പോയി തെറി വിളിച്ചാലും ആ പറച്ചിൽ നിർത്തില്ല, പറഞ്ഞുകൊണ്ടേ.